ഭാവന, കുറെ നേരം ആയല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തു പറ്റി? ഏയ് വെറുതെ ഇങ്ങനെ. ഇന്നൊരു തമാശ ഉണ്ടായി. നമ്മുടെ ആ വിലാസിനി കൊലക്കേസിലെ പ്രതിയില്ലേ രാജൻ, അവൻ്റെ ഒരു ജാമ്യത്തിൻ്റെ കാര്യം മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിരുന്നു. അവൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. അവന് ഏതൊരു പെണ്ണ് പ്രേമലേഖനം അയച്ചിരിക്കുന്നു. എന്നിട്ട് അയാളിപ്പോ വേറെ ഏതോ ഒരു ലോകത്താ. ജാമ്യം കിട്ടി പുറത്തിറങ്ങി ആദ്യം അവരെ ചെന്ന് കാണാന്ന് പറഞ്ഞോണ്ടിരിക്കുകയപ്പോ അയാൾക്ക് ആ സ്ത്രീയോട് ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടം. വല്ലാതെ വിചിത്രമായിരിക്കുന്നു അല്ലേ? ഒരേ സമയം ഒരുപാട് ആളുകളുമായി ബന്ധം പുലർത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരാളെ ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്നത്? എന്താ ശരിയല്ലേ? ശരിയാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോ ആദ്യത്തെ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടു. ഇനി നമുക്ക് കളിയൊന്ന് മുറുക്കാം അല്ലേ? പക്ഷേ മായ, എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. എന്തു വന്നാലും ഞാൻ മനോജിനെ പറ്റിക്കുകയല്ലേ? അപ്പോ ഇത്രയും കാലമായി മനോജ് നിന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നതോ? എനിക്കറിയില്ല. എന്തെങ്കിലും മനോജ് ഇതറിയുമ്പോൾ എങ്ങനെ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യണമെന്ന്. അങ്ങനൊരു ഘട്ടത്തിൽ എത്തുമ്പോഴല്ലേ മനോജിന്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോ നീ വേദനിച്ചതിന്റെ ആഴം എത്രയാണെന്ന് അപ്പോഴയാൾക്ക് മനസ്സിലാവും. പക്ഷെ അപ്പൊ മനോജ് എന്നെ ശരിക്കും വെറുക്കില്ലേ? അങ്ങനെ മനോജിനെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ നഷ്ടപ്പെടുന്ന ആരാ പറഞ്ഞേ? നിന്നോട് ഇത്രയും കാലം ചെയ്ത തെറ്റെന്താണെന്ന് അയാൾ അപ്പം മനസ്സിലാക്കും. കുറെ കൂടെ സിൻസിയറായും ട്രാൻസ്പെറന്റായും അയാൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഉറപ്പാണോ? എന്താ സംശയമുണ്ടോ? ഇല്ല, നീ പറഞ്ഞാലില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് കൺഫ്യൂഷനൊക്കെ മാറ്റിവെക്കാം. നീ എഴുതിയതും വായിച്ച് എവിടെയോ ഒരാൾ തന്റെ അജ്ഞാത കാമുകിയെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോ ഒരു രസം തോന്നില്ലേ? ആദ്യം രസം, പിന്നീട് ആ രസത്തെക്കുറിച്ച് ഓർത്ത് അതിലേറെ രസം, പിന്നീട് ആ രസം തന്നെ മതി എന്നൊരു തോന്നൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത്. ഏതിന്റെ? ഇപ്പൊ നിന്റെ ഉള്ളിലൊരു വിത്ത് വീണ് ആ നിമിഷം തന്നെ മുള പൊട്ടി പൂവിടുന്ന അനുഭവം ഉണ്ടാകുന്നില്ലേ? ആ ഗ്രോത്ത്, ദ ഗ്രോത്ത് ഓഫ് ലവ്. പ്രതി രാജൻ ചെയ്ത കുറ്റം തെളിയിക്കാൻ ഇനിയും സാക്ഷിവിസ്താരം ആവശ്യമാണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി മുഖവിലക്കെടുക്കുന്നു. എന്നാൽ ആ കാരണത്താൽ വിചാരണ തീരും വരെ ഒരാളെ തടവിൽ പാർപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന ബോധ്യത്തിൽ പ്രതി രാജന് ഈ കോടതി ഇതിനാൽ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ആരായാള്? ഞാൻ ലിബി, രായന്റെ അളിയനാ. ലിബി അളിയൻ. ഒരു 3000 രൂപ പിഴ അടച്ചോളൂ. കോടതി പിരിയും വരെ ഇവിടെ കൈയും കെട്ടി മിണ്ടാ നിൽക്കട്ടെ. പിന്നെ ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പുറത്തിറങ്ങി വേറെ ഏടാകൂടങ്ങൾക്കൊന്നും നിൽക്കണ്ടേ. ഞാൻ അവക പരിപാടി എല്ലാം നിർത്തി സാറേ. നന്നായി. ഇപ്പൊ എനിക്കൊരു ലക്ഷ്യമുണ്ടല്ലോ. ഇതുവരെ ജീവിച്ച ജീവിതം അല്ല ശരിയെന്ന് പഠിപ്പിച്ച പെണ്ണില്ലേ, എനിക്ക് അവളൊന്ന് കണ്ടുപിടിക്കണം സാറേ. ഏത്? ആ കത്തോ? നിങ്ങൾ ഓഫീസിൽ ചെന്ന് ഇയാളുടെ ബാക്കി ഫീസ് എത്രയെന്ന് നോക്കി വെക്കും. ആ കത്ത് ഇപ്പോഴും വരാറുണ്ടോ? പിന്നെ ഒന്നരടം വന്നോണ്ടിരിക്കല്ലേ. ഇപ്പൊ മൊത്തം 6 കത്തുണ്ട് എന്റെ. അത് കൊള്ളാലോ. കക്ഷിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാമോ? വന്ന കത്തോളിന്ന് കക്ഷി ഒന്ന് കെട്ടിയതാന്ന് മനസ്സിലായി. അയ്യോ. പക്ഷെ അത് സാരമില്ല സാറേ, ഞാൻ ഫ്രഷ് പീസ് ഒന്നുമല്ലല്ലോ. അതെ. പിന്നെ നീ അവളെ അന്വേഷിച്ചിങ്ങനെ പുറകെ നടക്കുന്ന അവളുടെ ഭർത്താവ് അങ്ങനെ അറിഞ്ഞ പുലിവാലാവില്ലടാ. എന്തൊട്ട് പുലിവാല സാറേ, ഞാൻ അവനെ അങ്ങോട്ട് തട്ടിയാകളെ. പിന്നെ കേസല്ലേ, അത് സാറ് നോക്കൂലോ അല്ലേ? നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? പിന്നെ ഞാൻ എന്തൊട്ട് ചെയ്യണ്ടേ സാറ് പറ. നീ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി വേറെ കുഴപ്പത്തിലൊന്നും നിൽക്കണ്ട. ഇനി അഥവാ നീ അവൾ ആദ്യമായിട്ട് കാണുമ്പോ നിനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയാ വിളിച്ചിറക്കി കൊണ്ടുപോടാ. നിനക്ക് ഡിവോഴ്സ് ഞാൻ മേടിച്ചു തരും. അങ്ങനൊരു വഴിയുണ്ടല്ലേ? പിന്നല്ലാതെ. ബുദ്ധി ഇല്ലാത്തോണ്ട് ഞാനത് ഓർത്തില്ല സാറേ. ഞാൻ അവളെ കണ്ടുപിടിച്ച ആ നിമിഷം സാറിനെ വിളിക്കും. എന്നിട്ട് സാറിന്റെ മുന്നിലാ കൊണ്ടവളെ നിർത്തി തരും. ബാക്കി കാര്യം സാറ് നോക്കണം. ഓക്കേ. എത്രയും പെട്ടെന്ന് അവൾ ആ വൃത്തികെട്ട ഭർത്താവിൽ നിന്ന് മോചിതയായി നിന്റെ ഭാര്യയായിട്ട് നീണാൾ വാഴട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് സാറേ. വർഷങ്ങളായി നെയ്തെടുത്ത വലയിലേക്ക് ഞാൻ നിങ്ങളെ ആവാഹിച്ചു വരുത്തുകയായിരുന്നു. അത്ര വേഗം കെട്ടുപൊട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ? അവളുടെ തുളച്ചു കയറുന്ന കണ്ണുകളെ നേരിടാനാകാതെ അയാൾ കുഴങ്ങി. ദേവി അതേ സ്വരത്തിൽ തുടർന്നു.
ഒന്നോർത്തോളൂ, നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. എൻ്റെ കയ്യിലെ 5 വിരലുകളാണ്. വലയുടെ കെട്ട് ഞാൻ അയച്ചുവിടാതെ നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല. ഞാനതൊട്ട് ചെയ്യാനും പോകുന്നില്ല. രാജ്, അതെ, നിങ്ങൾക്കെന്നെ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. എനിക്ക് അകത്തേക്ക് വരാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനു അനുവാദം ചോദിക്കണമല്ലേ? എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അതിന് ഞാൻ നിങ്ങളെ കാണാൻ മാത്രമാണ് വന്നത്. അല്ല, വീട്ടിൽ വന്ന ഒരാളോട് ഒന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ല. രാജ് പ്ലീസ്, ഇവിടെ ആരുമില്ല. നിങ്ങൾ പുറത്തു പോകണം. അത് ശരി, വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ പുറത്തു പോകണമെന്നോ? എന്താണ് ഈ പറയുന്നത്? ദാവീദ് ബത്ശേബയോട് പറഞ്ഞത് ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ. പ്രേമം ഒരുവനെ ചെറുതാക്കുമെങ്കിൽ ഞാനൊരു മണൽത്തരിയോളം ആയിക്കൊള്ളട്ടെ. രാജ്, ഞാൻ യെസ്, സംശയിക്കണ്ട. നിങ്ങൾ കത്തുകൾ അയച്ചുകൊണ്ടിരുന്ന രാജ് തന്നെയാണ് ഞാൻ. നിങ്ങൾ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത, കത്തുകളിലൂടെ മാത്രം സ്നേഹിച്ച രാജ് മേനൻ. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇങ്ങോട്ട് വരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. പ്ലീസ്, എന്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോണം. പ്ലീസ്. അയ്യോ, മനോജ് ആയിരിക്കും. ചെന്ന് വാതിൽ തുറക്ക്. ഭാവന, രാജ് പ്ലീസ്, കൂൾ. പ്ലീസ്. പേടിക്കാതെ ചെല്ലു, ഒന്നും സംഭവിക്കില്ല. ഭാവന, ഭാവന, ഭാവന തുറന്നേ. നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? ഞാനോ? ആ, അല്ല, നീ ആരോടോ സംസാരിക്കുന്ന പോലെ പുറത്തുനിന്ന് എനിക്ക് തോന്നിയായിരുന്നല്ലോ. അതൊന്നുമില്ല, വെറുതെ പുസ്തകം വായിച്ചതാ. ഇത്ര ഉറക്കിയോ? മനോജ് എന്നെ ഫ്രഷ് ആയിട്ട് വരൂ, ഞാൻ ഫോട്ടോ എടുക്കാം. ആ പോ. മായ, രാജ്, ദേവി ഇത് ഇവിടുന്ന് പോ. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ്, എന്റെ ജീവിതം നശിപ്പിക്കരുത് രാജ്. ഹേയ്, നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ ഭർത്താവിനോട് ഞാൻ സംസാരിക്കാം. വിളിക്കേ. നോ രാജ്, പ്ലീസ്. മനോജിന് ഇതൊന്നും അറിയില്ല. പ്ലീസ് രാജ്, എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോണം. പ്ലീസ്, നിങ്ങൾ എന്നും എൻ്റെ ഉള്ളിലുണ്ടാവും. ദേവി ഇതിപ്പോ പോ. ശരി, ഞാൻ ഇപ്പൊ പോകാം. പക്ഷേ ഇനിയും വരും. കാരണം എന്റെ മനസ്സിൽ നിന്ന് ഇനി നീ ഇല്ലാതാവില്ല. നോ രാജ്, നോ രാജ്, വേണ്ട പ്ലീസ്. ഓ, ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഞാൻ മറ്റൊരിക്കൽ വരാം.